ഇന്ന് നമുക്ക് ഇമേജ് ഒപ്റ്റിമൈസേഷനെ കുറിച്ചും അതുപോലെ തന്നെ എന്തിനാണ് കീവേഡ് വെച്ച് ഓൾ ടാഗ് യൂസ് ചെയ്യുന്നതും അതിനെക്കുറിച്ചും സംസാരിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ഇമേജ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് നമ്മളൊരു ഇമേജ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പിക്, നമ്മുടെ വെബ്സൈറ്റ് എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. കാരണം മറ്റൊന്നുമല്ല, ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുമ്പോൾ അവർ നമ്മുടെ കോണ്ടന്റിന്റെ കൂടെ തന്നെ എന്താണ് ഫോട്ടോ, എന്താണ് ഇമേജ് എന്നുകൂടെ ചെക്ക് ചെയ്യും. സോ നമുക്ക് ആ ഒരു റെലവൻസി, കോണ്ടന്റിന്റെ റെലവൻസി നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഇമേജിന്റെ ആ ഒരു റെലവൻസി, നമ്മൾ കോണ്ടന്റുമായിട്ട് ഇമേജ് റെലവെന്റ് ആണോ എന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് പക്ക ഒരു യൂസർ ഫ്രണ്ട്ലിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. സോ നമ്മൾ ഒരു ഇമേജ് അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ കോണ്ടന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആണോ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. സോ അതുപോലെ തന്നെ നമ്മൾ ആ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ഇമേജ് ആക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലെങ്തി സൈസ് ഉള്ള ഇമേജ് ആണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പേജിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ആ ഒരു സൈറ്റ് സ്പീഡിനെ അത് നന്നായിട്ട് എഫക്ട് ചെയ്യും. കാരണം നമ്മളെ വെബ്സൈറ്റ് ചിലപ്പോൾ ഓപ്പൺ ആവും, പക്ഷെ ആ ഇമേജ് ഓപ്പൺ ആവാൻ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതിനേക്കാൾ കൂടുതൽ ടൈം അവിടെ എടുക്കും. സോ നമ്മളെപ്പോഴും ലൈറ്റ് വെയിറ്റ് ഇമേജ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ ഇമേജിന് നമുക്ക് ഒരു ഓൾട്ട് ടാഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ ഓൾട്ട് ടാഗ് നമ്മുടെ കീവേഡുമായിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക. ഗൂഗിളിന്റെ ക്രോളേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് ക്രോൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇമേജിന്റെ ഓൾട്ട് ടാഗും ക്രോൾ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഇമേജിന്റെ ഓൾട്ട് ടാഗ് നമ്മൾ കീവേഡുമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുമ്പോൾ ഗൂഗിളിന്റെ ക്രോളേഴ്സിന് ഒന്നുകൂടെ ആ ഒരു റെലവൻസി നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്രോളേഴ്സിന് മനസ്സിലാവും, ഓക്കെ, ഈ ഇമേജ് നമ്മുടെ കീവേഡുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൂടെ നമ്മുടെ വെബ്സൈറ്റിന് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഓൾട്ട് ടാഗ്, അതുപോലെ തന്നെ ഇമേജ് ഒപ്റ്റിമൈസേഷനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേജ് സ്പീഡ് ഇൻസൈറ്റിനെ കുറിച്ചാണ്. എന്തിനാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേജ് സ്പീഡ് SEOയിൽ കൺസിഡർ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ് സംസാരിക്കാൻ പോകുന്നത്. സോ ഇതുപോലുള്ള